അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് സേമിയ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുമ്പിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സേമിയ എടുത്തിട്ടുണ്ട്. ഉപ്മാവ് സേമിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതും കൊണ്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വറുത്തെടുക്കണം. ഈ സേമിയ നന്നായി വറുത്തെടുക്കണം. പിന്നെ വന്നിട്ട് ക്യാരറ്റ്, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കടുക്, ഉഴുന്ന്, പരിപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസാണ്. പിന്നെ നമുക്ക് ഓയിലാണ് ഞാൻ ചെയ്യണത്. ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കും. അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തിട്ട് എടുക്കാം. സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. എല്ലാവർക്കും ഇത് അറിയെങ്കിലും കൂടി ചില പുതിയ തലമുറകൾക്ക് ചിലപ്പോൾ അറിഞ്ഞില്ലാന്ന് വരും. അവർക്കൊക്കെ ഒന്ന് കാണാൻ അവർ മറ്റുള്ളവരെ കൊണ്ട് ചോദിക്കണേക്കാട്ടും അവർക്കൊന്ന് അവർ ഫോണൊന്ന് തുറന്ന് നോക്കി അതൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ എൻ്റെ ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി വറുത്ത് വന്നിട്ട് നമുക്കിത് സേമിയ ഉപ്മാവ് വേണം മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ പാക്കറ്റുകളായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ട്. ദിവസവും ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ളതൊന്നും എപ്പോഴും കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്കിനി ഓയിൽ ഒഴിക്കാം. വെക്കാം കേട്ടോ. കാലാ വെച്ച് തരാം കേട്ടോ. കുട്ടി തണുപ്പത്ത് നടക്കണ്ട കേട്ടാ. എണ്ണ ചൂടായിട്ട് നമുക്കിനി കടുകും ഉഴുന്ന് പരിപ്പും ഒക്കെ കൂടിയിട്ട് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ. നല്ല മണം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് ഉണക്കമുളക് ഇടാം. കരിയരുത്, അധികം കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒക്കെ അതൊന്ന് കരിഞ്ഞു. നമുക്കിനി ഉള്ളി ഇതെല്ലാം കൂടി ഇട്ടിടാം. ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ക്യാരറ്റ് എല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കുക. ഒന്ന് പരിപ്പൊക്കെ ഒന്ന് കരിഞ്ഞു. അതിന് കരിയാൻ പാടില്ല. കരിഞ്ഞാൽ വേറെ ടേസ്റ്റായി മാറും. പെട്ടെന്ന് എപ്പോഴും നമ്മൾ നല്ല നോക്കി സിമ്മിലിടുക ഗ്യാസ്. ബാക്കിയുള്ളതൊന്നും കരിയാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു പരിപ്പ് മാത്രമാണ് കരിഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ് നേരം മൂടി വെക്കുക. സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. വെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഞാൻ വെള്ളം തിളച്ച് വരട്ടെ. മൂടി വെക്കുക. വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നിട്ട് നമുക്കിനി ഇത് കൊട്ടിക്കൊടുക്കാം. അപ്പം തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട കൊട്ടും.
ഒരു നുള്ള പഞ്ചസാര ഇടാൻ, ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഇനി നമുക്ക് ഇത് മൂടി വെക്കാം. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അത് ഓഫാക്കിയ ശേഷം മൂടി വെക്കാം. ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.